സന്തോഷമുള്ള ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സന്തോഷമുള്ളതായിരിക്കട്ടെ ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എപ്പോൾ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തികൾക്കും ഉണ്ടെങ്കിലും നമ്മുടെ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടിൽ അത് നടക്കാറില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ വിവാഹം ഒരു ചോദ്യചിഹ്നമായി, ഒരു വാൾ പോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കും. ഇക്കാര്യത്തിൽ ദിവസേനയെന്നോണം മറുപടികളും വിശദീകരണങ്ങളും നൽകേണ്ടതായി വരും. പണ്ടുകാലത്തെ അപേക്ഷിച്ച് വിവാഹകാര്യത്തിൽ സമൂഹം ഏറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പൊതുവെ 20-25 വയസ്സിൽ വിവാഹം കഴിക്കുന്നതിനോടാണ് സമൂഹത്തിന് താല്പര്യം. നേരത്തെ വിവാഹം കഴിക്കുന്നതാണോ വൈകി കഴിക്കുന്നതാണോ നല്ലത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ ആർക്കും സാധിക്കില്ല. കാരണം രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് താനും. അത് തീർത്തും ഓരോ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. അത് ഓരോ വ്യക്തിപരവും ആപേക്ഷികവുമാണ്. ഇന്നത്തെ കാലത്ത് പല വ്യക്തികളും ജീവിതത്തിൽ വിവാഹം കുറച്ചുകൂടി നീട്ടിവെക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഈ മാറ്റം അവർക്ക് കൂടുതൽ വ്യക്തി സ്വാതന്ത്ര്യം ആസ്വദിക്കാനുള്ള അവസരങ്ങളും നൽകുന്നു. വിവാഹം വൈകുന്നതിലൂടെ സ്വയം മനസ്സിലാക്കാനും സ്വന്തം കരിയർ വളർച്ചയ്ക്കും സമയം വേണ്ടത്ര കിട്ടും. ആജീവനാന്ത പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നതിനു മുമ്പ് സാമ്പത്തിക സ്ഥിരത കെട്ടിപ്പടുക്കുവാനുള്ള അവസരവും ഇത് നൽകുന്നു. വൈകി വിവാഹം കഴിച്ചാൽ എന്തൊക്കെയായിരിക്കും അതിന് ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് വിവാഹം 30കളിലോ 40കളിലേക്കോ ചിലപ്പോൾ അത് കഴിഞ്ഞുള്ള സമയത്തേക്കോ മാറ്റിവെക്കുന്നത് പലപ്പോഴും വ്യക്തിഗത വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ നൽകും. ഈ സമയത്ത് ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഹോബികൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും. കരിയർ വളർച്ച മറ്റൊരു നേട്ടമാണ്. കാരണം കുടുംബവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളില്ലാത്തവർക്ക് പ്രൊഫഷണലായി മുന്നേറാൻ കൂടുതൽ സമയം ലഭിക്കും. കൂടാതെ സാമ്പത്തിക സ്ഥിരതയാണ് വിവാഹം വൈകുന്നതിന് മറ്റൊരു പ്രധാന നേട്ടം. അതായത് വിവാഹം നീട്ടിവെക്കുന്നതിലൂടെ വ്യക്തികൾക്ക് പല വഴികളിലായി പണം ലാഭിക്കാനും വിവേകത്തോടെ നിക്ഷേപിക്കാനും കൂടുതൽ സമയം ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഗുണം. ഈ സാമ്പത്തിക ഭദ്രത ഭാവിയിൽ കൂടുതൽ സുസ്ഥിരവും സമ്മർദ്ദരഹിതവുമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് ദമ്പതികളെ നയിക്കും. വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹ്യ മാനദണ്ഡങ്ങളും ചിന്താഗതികളും ഇന്നത്തെ കാലത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ പുരോഗമനാത്മകമായി മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇന്ന് പൊതുവിൽ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കാനുള്ള സമ്മർദ്ദം കുറവാണ്. അതായത് കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിയാതെ നിൽക്കുന്നവർക്ക് സമ്മർദ്ദം കുറവാണ്. മാത്രമല്ല സാമൂഹിക പ്രതീക്ഷകളെക്കാൾ വ്യക്തിപരമായ മുൻഗണനകളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാൻ ആളുകൾ തയ്യാറാകുന്നു. ഈ മാറ്റം വൈവിധ്യമാർന്ന ജീവിത തിരഞ്ഞെടുപ്പുകളുടെ വിശാലമായ സ്വീകാര്യതയെ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വൈകി വിവാഹം കഴിക്കുന്ന പ്രവണത വ്യക്തി സ്വാതന്ത്ര്യം, തൊഴിൽ പുരോഗതി, സാമ്പത്തിക സുരക്ഷ എന്നിവ ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. സാമൂഹിക മാനദണ്ഡങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ വ്യക്തികൾക്ക് അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുയോജ്യമായ തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള അവസരമുണ്ട്.